നമസ്കാരം, ഞാൻ ബിജിഷോളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇൻട്രാഡേയിൽ സംഭവിച്ചു നോക്കാം. നിഫ്റ്റിയിലും കറണ്ട് ഒരു സിറ്റുവേഷൻ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയിലും ട്രെൻഡ് റിവേഴ്സിലാണ്. നിഫ്റ്റിയിലും ട്രെൻഡ് നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറിയിരുന്നത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ പറഞ്ഞിരുന്ന 19,600 നമ്മളൊരു സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തപ്പോൾ നിഫ്റ്റിയിലും ആ ഒരു ട്രെൻഡ് റിവേഴ്സായി. നിഫ്റ്റിന്ന് വന്നിരിക്കുന്ന ലോ 19,296. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റിക്ക് 19,200, 300 റേഞ്ചിന്റെ ഇടയിൽ നിഫ്റ്റിയിൽ സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലും മുൻപത്തെ ഒരു ദിവസങ്ങളിലായാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു 400, 500 റേഞ്ചിന്റെ ഇടയിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. അപ്പോൾ 200, 300ന്റെ ഇടയിൽ നിന്നായാലും നിഫ്റ്റി ആയാലും ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിയാൽ മാത്രമാണ് ആ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി അതിൽ യൂട്ടിലൈസ്. ഇന്നത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് സംഭവിച്ചു നോക്കാം. ഇന്നത്തെ ഒരു മൂവ്മെന്റ് നമുക്ക് ശ്രദ്ധിക്കാം. 19,430 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ ഒരു മുകളിലുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ബൈസിന്റെ ലെവലാണ്. ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റ് നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. കാരണം ഇതൊരു സപ്പോർട്ടാണ്. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും ക്വിക്ക് ആയിട്ടുള്ള ട്രെൻഡിൽ ആക്ട് ചെയ്യാനും ക്വിക്ക് ആയിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാൻ എപ്പോഴും പറയുന്ന ഒരു ലെവലുകൾ നിങ്ങളെ സഹായിക്കും. അതിനുശേഷം നമ്മൾ ഹയർ ലെവലിൽ 19,510 റെസിസ്റ്റൻസ്, 560 റെസിസ്റ്റൻസ് ആണ് സൂചിപ്പിച്ചിരുന്നത്. 510 ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ഇൻ കേസ് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ നമ്മൾ അതിനുശേഷം ആയാലും നിഫ്റ്റിയിലും 19,430 ഇതാണ് ആ ഒരു സപ്പോർട്ട്. 19,430 ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നായാലും നമുക്കൊരു നല്ലൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മൾ അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത് 19,400. 19,400ന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക പോലും ചെയ്തിരുന്നില്ല. അതിനുശേഷം അതും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ നമുക്കൊരു ഷോർട്ട്സ് ആൻഡ്, കാരണം സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ്, ഈ ഒരു ലെവലിലൊക്കെ നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ലെവലുകൾ നമ്മൾ നൽകിയിരുന്നില്ല. കാരണം നിഫ്റ്റി ആയാലും മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റിമെന്റിൽ പിന്നെ പിന്നെ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ അവിടെ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മളതിലും മുൻ വീഡിയോസിലൊക്കെ ഇത് സൂചിപ്പിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയകളിലെ ചില ഏരിയകളിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നൽകാത്തത്. അതിനുശേഷം ആയാലും നിഫ്റ്റി ആയാലും നമ്മളത് സൂചിപ്പിച്ചിരുന്ന 19,200, 300 റേഞ്ചിന്റെ ഇടയിലാണ് ഒരു സപ്പോർട്ട്. അപ്പൊ ഇത് നമ്മൾ മുൻപത്തെ വീഡിയോസിൽ അത് സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പൊ അവസാനത്തെ ഒരു സെക്ഷനിലായാലും നിഫ്റ്റി ബൗൺസ് ചെയ്തുകൊണ്ട് ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആണ് വന്നിരുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ആ ഒരു ട്രേഡുകൾ മാനേജ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് നിഫ്റ്റിയിലെ ആയാലും ആ ഒരു ഡെയിലി ഗ്രാഫ് ശ്രദ്ധിക്കാം. നമ്മൾ തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റി ആയാലും ആ ഒരു വലിയൊരു ഫാള് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ആയാലും എത്ര ദിവസം എടുത്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയാലും നമുക്ക് ആ ഒരു സിംഗിൾ ഡേ കൊണ്ട് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരാനായിട്ട് സാധിക്കും. ഇന്നത്തെ ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇന്ന് നിഫ്റ്റി വന്നിരിക്കുന്ന ഒരു ലോ എന്ന് പറയുന്നത് 19,300 താഴെയാണ്. 19,296 ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായാലും നിഫ്റ്റി വർക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ലെവലിൽ നിന്നാണ് നിഫ്റ്റി ആ ഒരു ഫാള് വന്നിരിക്കുന്നത്. ഈ ഒരു 2 ക്യാൻഡിൽസ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര ദിവസം കൊണ്ട് നിഫ്റ്റി കയറിയിട്ടുള്ള ഒരു മൂവ്മെന്റുകളാണ് ജസ്റ്റ് ഒരു സിംഗിൾ ഡേ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സൽ ആകുമ്പോഴാണ് മാർക്കറ്റിനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ട്രെൻഡ് റിവേഴ്സായി ട്രെൻഡ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ നമുക്കൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് കൂടുതൽ ഷോർട്ട് സെല്ലിലേക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ട്രെൻഡ് ബൈ സെന്റിമെന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ നിലനിൽക്കുമ്പോഴായാലും നമുക്കൊരു ബൈ സെന്റിമെന്റ് തന്നെയാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ, ഫിൻ നിഫ്റ്റി ഒക്കെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മളൊരു ട്രെൻഡ് റിവേഴ്സായപ്പോൾ നമ്മളൊരു എക്സാക്റ്റ് ആയിട്ട് നമ്മളത് സൂചിപ്പിച്ചിരുന്നു, ട്രെൻഡ് റിവേഴ്സായി. പക്ഷെ നിഫ്റ്റിയിലായാലും ഈ ഒരു സെന്റിമെന്റിലായാലും വരും ദിവസങ്ങളിലായാലും ലോവർ ലെവലിൽ സപ്പോർട്ട് ഉണ്ട്, ബൗൺസ് ചെയ്യും. പക്ഷെ ട്രെൻഡ് നെഗറ്റീവ് ആണ്. പക്ഷെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രേഡുകൾ മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് എന്ന് നമുക്ക് നോക്കാം.
നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി ആയാലും ഹയർ ലെവലിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ 19,515 നിഫ്റ്റിയുടെ ഈ ഒരു ലെവലായാലും നമുക്ക് ഈ ഒരു ലെവലിന്റെ താഴെയായാലും നമ്മൾ അധികം സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ നൽകുന്നില്ല. ഈ ഒരു ലെവൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 19,300 ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 19,300 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റിക്കായാലും തിരിച്ച് കയറാനായിട്ട് ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 300ന്റെ മുകളിലല്ല, 330 19,330ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ യൂട്ടിലൈസ് ചെയ്യുക. സ്ട്രെങ്ത് ഉണ്ട്. കാരണം 19,300 200 ആ റേഞ്ചിന്റെ ഇടയിൽ നിഫ്റ്റിയിൽ സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ട് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ലോവർ ലെവലായാലും 19,230 സപ്പോർട്ട് കാണുന്നത്. 230 ലോവർ ലെവലിൽ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ ശ്രദ്ധിക്കണം. അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ചെയ്യുന്ന ഒരു സമയത്ത് ഇൻട്രാഡേയിൽ കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 19,440 റെസിസ്റ്റൻസ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 440 ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് നൽകുക. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ലോവർ ലെവൽ 300 330 സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 330ന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആക്സെപ്റ്റ് ചെയ്യുക. 440ന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി വന്നാൽ 465ന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു 15 പോയിന്റ് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തുകൊണ്ട് നോക്കുക. എന്നിരുന്നാൽ മാത്രമാണ് ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കേണ്ടത്. 440ന്റെ മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് 440 ബ്രേക്ക് ചെയ്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 515 റെസിസ്റ്റൻസ് ആണ്. 515ന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈ സെന്റിമെന്റ് തന്നെയാണ്. ഹയർ ലെവലിലേക്കായാലും റെസിസ്റ്റൻസ് ലെവൽ ഉണ്ട്. 560 റെസിസ്റ്റൻസ് ആണ്. ഹയർ ലെവലിലേക്ക് 560 റെസിസ്റ്റൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 515ന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 440 465 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ സെന്റിമെന്റിലാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക. 19,300 230 ആ റേഞ്ചിന്റെ ഇടയിൽ എങ്ങനെയാണ് നിഫ്റ്റി വർക്ക് ചെയ്യുന്നത് നോക്കുക. ഇൻട്രാഡേയിൽ വോളറ്റൈൽ ആകാനാണ് കൂടുതൽ സാധ്യത വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് 44,800 800ന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. 818 നിഫ്റ്റി എടുത്തിരിക്കുന്ന ലോ. ആ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ബൈ സെന്റിമെന്റിലാണ്. പക്ഷേ തിരിച്ച് 800 ബ്രേക്ക് ചെയ്തപ്പോൾ ഷോർട്ട്സ് എല്ലാം ആക്റ്റീവായി. അതിനുശേഷമായാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു വീക്ക്നെസ് ആണ്. അടുത്തൊരു സപ്പോർട്ട് നൽകിയിരുന്നത് 44,600 അതും ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ ബൗൺസ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, 44,600 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് ഏതാണ് ബാങ്ക് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല്. ബാങ്ക് നിഫ്റ്റി ആയാലും ട്രെൻഡ് റിവേഴ്സലാണ്, ട്രെൻഡ് നെഗറ്റീവ് ആണ്. നമ്മളിതൊരു സൂചിപ്പിച്ചാണ് ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ലെവലിൽ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ ആ ഒരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ എപ്പോഴും റൈറ്റ് ട്രെൻഡ് ചൂസ് ചെയ്ത റൈറ്റ് ട്രെൻഡ് റൈറ്റ് സപ്പോർട്ട്, ഇതാണ് എപ്പോഴും ആ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിന് വേണ്ടത്. റൈറ്റ് ട്രെൻഡ് പ്ലസ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഇത് കിട്ടിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രേഡുകൾ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആ ഒരു സപ്പോർട്ടിന് അതിലൊരു ബൈക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ 44,250 ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. 250 ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഷോർട്ട് സെല്ലിൽ തന്നെ നിലനിൽക്കാം. പക്ഷേ ഈ സപ്പോർട്ടിന് മുകളിൽ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. അതായത് സപ്പോർട്ട് 44,000 ഇന്ന് വന്നിരിക്കുന്ന ലോവർ അടുത്ത് തന്നെയാണ് സപ്പോർട്ട് വരുന്നത്. ഇത് തന്നെയാണ് സപ്പോർട്ടായിട്ട് വരുന്നത് 44,300. അതിന് താഴെ ജസ്റ്റ് ഒരു 50 പോയിന്റ് ബിലോ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് 250 ഹോൾഡ് ചെയ്തുകൊണ്ട് 300ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ജസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബൈ ഓപ്പർച്യൂണിറ്റി ആ സെയിം ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 44,600
അപ്പോൾ 44,600 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ജസ്റ്റ് ഒരു 150 പോയിന്റ് അബവ് റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 44,900 റെസിസ്റ്റൻസ് ആണ്. 750 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അഗ്രസീവ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 900 ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ 900ന്റെ അടുത്ത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 750 തിരിച്ച് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 44,600 ബ്രേക്ക് ചെയ്താലും വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റി ആയാലും നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് ഇൻ കേസ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വരും ദിവസങ്ങളായാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലല്ല ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. 5 മിനിറ്റിന്റെ ഹൈ, അതായത് ഇത് ആദ്യത്തെ 5 മിനിറ്റ്, നെക്സ്റ്റ് 5 മിനിറ്റ്, നെക്സ്റ്റ് 5 മിനിറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു ഹൈയുടെ മുകളിലേക്ക് നിലനിന്നാൽ മാത്രം, ഇതിന്റെ ഒരു ഹൈയുടെ മുകളിലേക്ക് നിലനിന്നാൽ മാത്രം ബൈസിന്റെ വരിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഹയർ ലെവലിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഇൻ കേസ് ബൈർ ഓപ്പർച്യൂണിറ്റി വന്നാലും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയാൽ മതി. അപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ഈ ഒരു സപ്പോർട്ട് ഇവിടെയായിരുന്നു, കുറച്ച് താഴെയായിരുന്നു ശരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. 19,950 ആ ഒരു സപ്പോർട്ട് നിലനിർത്തി ഇത് നോക്കുക. ആ ഒരു സപ്പോർട്ടാണ് നമുക്കൊരു ഉച്ചകലത്തെ സെക്ഷൻ വരെ ആ ഒരു സപ്പോർട്ടാണ് ഫിൻ നിഫ്റ്റി ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. അതിനുശേഷം അതിൽ ഫിൻ നിഫ്റ്റിക്ക് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഫിൻ നിഫ്റ്റിക്ക് ആയാലും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം ആയാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ 19,950 ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. ചെറിയൊരു റിസ്കിൽ നമുക്കൊരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി, ഇതാണ് മെയിൻ ആയിട്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അതൊരു വലിയൊരു മൂവ്മെന്റ് ആണ്. നമ്മൾ ലോവർ ലെവൽ സപ്പോർട്ടുകൾ നൽകിയിരുന്നില്ല, കാരണം അത് വീക്ക്നെസ് ആണ്. ഇതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണെന്ന് സൂചിപ്പിച്ചായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ മൂവ്മെന്റ് ആയിരുന്നു. വന്നിരിക്കുന്ന ഒരു ലോ 19,731. എപ്പോഴും മാർക്കറ്റിനെ കൃത്യമായിട്ട് ആ ഒരു ട്രെൻഡ് കിട്ടിയാലാണ് നമുക്ക് സക്സസ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫിൻ നിഫ്റ്റി ആയാലും ഹയർ ലെവലിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ട്രെൻഡ് റിവേഴ്സ് ആയപ്പോൾ തന്നെ സൂചിപ്പിച്ചായിരുന്നു, അത് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പൊസിഷൻസ് ബൈ പൊസിഷൻ കൈവശം അധികം പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു ലെവൽ പറയുന്നത്. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സിൽ പറയുന്നത് നമുക്ക് ഒരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം വ്യൂ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു സക്സസ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് ആയാലും പല ദിവസങ്ങളിൽ പല രീതിയിലാണ്, പല ടൈപ്പിൽ മൂവ്മെന്റ് ചെയ്യാം. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്യാം. പക്ഷെ ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു പ്രൈസ് ആക്ഷൻ മൂവ്മെന്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യും. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾ വെറുതെ ഒരു ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ അത് എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിൽ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇപ്പോൾ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നോക്കേണ്ടത്, വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, ഗ്യാപ്പ് അപ്പ് വന്നാൽ എൻട്രി എങ്ങനെ ഫോളോ ചെയ്യണം, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ടാണ് പ്രൈസ് ആക്ഷൻ്റെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അത് ഏതൊരു ടൈപ്പ് മാർക്കറ്റ് മൂവ് ചെയ്താലും മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എത്ര വലിയൊരു മൂവ്മെന്റുകളും നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഫിൻ നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഫിൻ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിക്ക് ഒരു ഹയർ ലെവല് 19,950, 20,020. ഇതാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 19,950 മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ 20,020 എത്തുമ്പോഴേക്കും ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങൾ നടത്തണം. 20,020 ഇവിടെയാണ് ആ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിനോട് താഴെയാണ്, റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്സിന്റെ തന്നെ ഇമ്പോർട്ടൻസ് നൽകണം. ഈ ഫിൻ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. പക്ഷെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലെത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് ആയാലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിലായാലും സപ്പോർട്ടുകൾ കാണുന്നത്
ഇന്നത്തെ ലോ സപ്പോർട്ടായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്താണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. എല്ലാ സിറ്റുവേഷനിലും ആ ഒരു സപ്പോർട്ട് നമ്മളത് എടുക്കാറില്ല. 19,750 ആ ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആദ്യത്തെ ഒരു 5 മിനിറ്റ് ശേഷം ബൗൺസ് ചെയ്ത ഇവിടുന്ന് ഒരു ബൈ സെന്റിമെന്റ് കിട്ടും. പക്ഷേ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സ് ആയിട്ടില്ല. അപ്പോൾ ട്രെൻഡ് സ്റ്റിൽ സെൽ ട്രെൻഡിലാണ്. ലോവർ ലെവലിൽ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിന്നാലും ബൗൺസ് ചെയ്താലും എത്രത്തോളം മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.